ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 9th ജൂണിലേക്ക് വന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നും മാർക്കറ്റ് RBIൻ്റെ ഒരു ന്യൂസിൽ RBIൻ്റെ ഒരു അനൗൺസ്മെൻറ്റിൽ മാർക്കറ്റ് ഒരു ചിയറപ്പ് ചെയ്തിരുന്നു. സോ മാർക്കറ്റ് വലിയൊരു മൂവാണ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച. സോ അത് ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ അതുമല്ല, ഇന്നും മാർക്കറ്റ് ഒരു 100 പോയിൻ്റ് ആയില്ലാന്ന് ഓപ്പൺ ചെയ്തത്. സോ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ ഞാൻ കാണുന്ന മാർക്കറ്റിൽ എനിക്കിപ്പോൾ ഒരു വാല്യൂഷൻ കംഫർട്ടൊന്നും കാണുന്നില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു ബൈ എനിത്തിങ്. പിന്നെ വേറൊരു പ്രധാന കൺസേൺ എനിക്കുള്ളൊരു കൺസേൺ, കാരണം ഈ പ്രൊമോട്ടേഴ്സ് എല്ലാം മിക്ക കമ്പനീൻ്റെ ഷെയർസ് വിറ്റ് പൈസ എടുക്കുക ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ബജാജ് ഫിൻസർവിൻ്റെ കണ്ടു. ഇന്നിപ്പം പറയുന്ന സുസ്ലോണിൻ്റെ പ്രൊമോട്ടേഴ്സ് കുറേ ഷെയർ ഓഫ്ലോഡ് ചെയ്യുന്നത്. ഈ പ്രൊമോട്ടേഴ്സ് തന്നെ അവരെ കമ്പനീൻ്റെ ഷെയർ ഓഫ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ എന്തിനാ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? സോ ബെറ്റർ വെയിറ്റ് ആൻഡ് സീ. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നുന്ന ഈ CRR റേറ്റൊക്കെ കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ സ്ട്രെങ്ത് തന്നെ കുറയുക ചെയ്യുക. അതേ പറയാൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ലാർജർ പൈ ഡസ് നോട്ട് മീൻ എവറി വൺ ഓർ ഈവൻ മോസ്റ്റ് പീപ്പിൾ ഗെറ്റ്സ് എ ലാർജർ സ്ലൈസ്. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതും CRR റേറ്റ് കട്ട് ചെയ്യുന്നതൊക്കെ സാധാരണ ജനങ്ങളെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, അവർക്കാണ് കൂടുതൽ ബാങ്ക് ലോൺ കൊടുക്കുന്നത്. നമ്മളെ പോലത്തെ ആൾക്കാർ ബാങ്കിൽ പോയിട്ട് എത്ര ലോൺ എടുക്കുന്നത്? മേ ബി ഒരു ഹൗസിങ്ങിന് വേണ്ടി ചെറിയൊരു ലോൺ എടുക്കുന്നുണ്ടാവും. പക്ഷേ മോസ്റ്റ്ലി ഇത് ലോൺ പോകുന്നതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രീസിനാണ്. സോ ഇറ്റ് ഈസ് ആൻഡ് ഗവൺമെൻറ് ഈസ് തിങ്കിങ് ദാറ്റ് ദേ വിൽ ക്രിയേറ്റ് ജോബ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൺ ഓൾസോ. ആൻഡ് സാലറി ഈസ് ഓൾസോ വെരി പുവർ ഇൻ ഇന്ത്യ. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കനോട്ട് സെലിബ്രേറ്റ്. ലുക്ക് അറ്റ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. അങ്ങനെ ഇപ്പോൾ GDP ഗ്രോത്ത് ഇത്രയുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ടു ദ പീപ്പിൾ ഈക്വലി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനങ്ങളെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആകും. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് നമ്മുടെ GDP ഗ്രോത്ത് വളരെ ഹൈ ആണ്. പക്ഷേ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് റിഫ്ലക്റ്റ് ഓൺ ദ കോമൺ പീപ്പിൾ. നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവർ നോക്ക്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നോക്ക്, അല്ലെങ്കിൽ ഒരു ലേബർ നോക്ക്, അവൻ്റെ ലിവിങ് കണ്ടീഷൻ നോക്ക്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കും. അല്ലെങ്കിൽ നമ്മളപ്പോൾ പ്രവാസികൾ തിരിച്ചു വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് പ്രവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ GDP ഗ്രോത്ത് എന്താണെന്ന്. നമ്മുടെ നാട്ടിൽ ഈ ഒളിമ്പിക് മെഡൽ കിട്ടുന്ന പോലെ ഒന്നോ രണ്ടോ ആൾക്ക് ഒളിമ്പിക് മെഡൽ കിട്ടും. ബട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു ആൻഡ് മീ? ഇപ്പോൾ ഇന്നലെ IPL ക്രിക്കറ്റ് ജയിച്ചു. IPL ക്രിക്കറ്റ് ബാംഗ്ലൂരിൽ കുറേ എണ്ണം വെച്ചു. നിങ്ങൾക്ക് എന്താ വാട്ട് ഇറ്റ് മാറ്റേഴ്സ് ടു യു? സം പീപ്പിൾ സി IPL ടീം ദേ മെയ്ഡ് മണി, ഓർ IPL company they made money, but it doesn't reflect to everybody. So that is, you should question the actual benefit. That is what I am saying. സോ അതൊരു GDP ഗ്രോത്ത് ഒരു വലിയ മെഷർമെൻ്റ് അല്ല. കാരണം ഇന്നത്തെ കാലത്ത് നോക്കുക വെച്ചാലും യു ലുക്ക് അറ്റ് റിച്ച് പീപ്പിൾ. പണ്ട് കാലത്ത് റിച്ച് പീപ്പിൾ എങ്ങനെയായിരുന്നു? റിച്ച് പീപ്പിൾ എന്ന് വെച്ചാൽ യു സീ ദാറ്റ് റിച്ച് പീപ്പിൾ ദേ ഹാവ് ബിഗ് കാർസ് ഓർ മോർ നമ്പർ ഓഫ് കാർസ്, മാൻഷൻസ്. ലോകത്തിലെ പല കൺട്രിയിലും അവർക്ക് മാൻഷൻസ് ഉണ്ടാവും, സ്വന്തമായിട്ട് പ്ലെയിൻ ഉണ്ടാവും, യാറ്റ് ഉണ്ടാവും, അതൊക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷേ ഇന്ന് റിച്ച് പീപ്പിൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതൊക്കെ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. ഇത് പുതിയ ന്യൂ റിച്ച് പീപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് ന്യൂ റിച്ച് പീപ്പിൾ എന്ന് വെച്ചാൽ ദേ ഹാവ് എ ലൗഡർ വോയിസ്. ദേ കൺട്രോൾ ഹൗ ദ പീപ്പിൾ തിങ്ക് ആൻഡ് വാട്ട് ദ പീപ്പിൾ ഡു, ആൻഡ് ദേ കൻ ഈവൺ അണ്ടർമൈൻ ദി ഡെമോക്രാറ്റിക് ഗവർണൻസ് ഓഫ് എ കൺട്രി. ഇപ്പോൾ അമേരിക്കയിൽ കണ്ടിട്ടില്ലോ, ട്രംപും ഈ എലൺ മസ്കുമായിട്ടുള്ള. സോ വാട്ട് ഈസ് എലൺ മസ്ക് ഡൂയിങ്? അയാളാണ് പഴയ ട്വിറ്റർ എക്സ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഹീ ഹാവ് ദി ഹീ ക്യാൻ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഹൗ ദേ തിങ്ക് ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ മെറ്റ, ഫേസ്ബുക്ക്. ഈജിപ്തിൽ നിങ്ങൾക്കറിയാലോ, ഈ ജാസ്മിൻ റവല്യൂഷൻ വന്നിട്ട് ആഫ്രിക്കയിലെ മിക്ക കൺട്രികൾ ഇത് കൊണ്ടുപോയിട്ട് ദേ ഈവൻ ത്രോൺ ഔട്ട് ദി ഡിക്റ്റേറ്റേഴ്സ് ഇൻ ദ കൺട്രി. സോ ദിസ് ഈസ് വാട്ട് ഈസ് എ ന്യൂ റിച്ച് പീപ്പിൾ, വാട്ട് ദേ ആർ ഡൂയിങ്. ദേ വാണ്ട് ടു കൺട്രോൾ ദ തിങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ പീപ്പിൾ. പണ്ട് കാലത്തെ പോലെ എനിക്കൊരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ മാൻഷൻസ് ഉണ്ട്. ദേ ആർ നോട്ട് റിച്ച് പീപ്പിൾ കൺസിഡേർഡ് നൗ. സോ അതാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ വെൽത്ത് ഹാസ് ബിക്കം കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ഇപ്പോൾ ഈ 2-3 ഓൺലൈൻ പ്ലാറ്റ്ഫോം കൺട്രോൾ ചെയ്യുന്ന കൂട്ടറാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പീപ്പിൾ, റിച്ചസ്റ്റ് പീപ്പിൾ, ബിക്കോസ് ദേ കൺട്രോൾ ദി ബില്യൺസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസേഴ്സ്, ആൻഡ് they dictate what they want to see, what they want to buy, what they want to hear. So
the ordinary people lost their voice, you know. So the most essential ഒരു ഡെമോക്രസിയിൽ ഏറ്റവും ആവശ്യമുള്ള ഓർഡിനറി പീപ്പിൾ വോയിസ്, ദേ ഹാവ് നോ വോയിസ് നൗ. അതാണ് ഇന്നാളത്തിൽ മറ്റേ അമേരിക്കയിലെ ഒരു സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു, അയാളുടെ പേര് ലൂയിസ് ബ്രാൻഡി എന്നായിരുന്നു. അയാൾ പറഞ്ഞിരുന്നു, ഒന്നുകിൽ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി ഉണ്ടാവുക, അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ഗ്രേറ്റ് വെൽത്ത് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ. ആൾ പറഞ്ഞു ബട്ട് വി കാണ്ട് ഹാവ് ബോത്ത് എന്നാണ് ജഡ്ജ് പറഞ്ഞു. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ എനിവേ, ഞാനിന്ന് ചെറിയ കുറച്ച് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞാൽ വെച്ചാൽ, ഇതിപ്പം മറ്റുള്ള സ്റ്റോക്സിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം സംതിങ് ഐ ആം സീയിങ് തമിഴ്നാടു പെട്രോ പ്രോഡക്ട്സ് എന്നൊരു കമ്പനിയാണ് ഞാൻ കാണുന്നത്. ഇപ്പം 89 ഉറുപ്പിയുള്ള തമിഴ്നാടു പെട്രോ പ്രോഡക്ട്സ് എന്ന കമ്പനി, മാർക്കറ്റ് ക്യാപ്പ് 85 കോടിയായിരുന്നു മാർക്കറ്റ് ക്യാപ്പുള്ളൂ. അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.88 വരുന്നുള്ളൂ. ബുക്ക് വാല്യൂ തന്നെ 101 ഉറുപ്പിക, കറണ്ട് പ്രൈസ് 59 ഉറുപ്പിയുള്ള കമ്പനിയാണ് തമിഴ്നാട് പെട്രോ പ്രോഡക്ട്സ്. ഇവർക്ക് സ്പൈക്കായിട്ടുള്ള എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഒരു കൊലാബറേഷൻ ഉണ്ട് തമിഴ്നാട്ടിൽ. ROIC ഏകദേശം 7.78% കൊടുത്തിരുന്നു. ഇൻഡസ്ട്രി P18 ആൻഡ് സ്റ്റോക്ക് P is 18. So thing is that this stock is, I think, is a good stock. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കുറച്ചത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. 89-90 ഉറുപ്പികയിൽ തമിഴ്നാടു പെട്രോൾ പ്രോഡക്ട്സ് എന്ന കമ്പനി. സോ ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് ഓൺലി, ഐ ഡു നോട്ട് ഹോൾഡ് ദിസ് കമ്പനി ഓൾസോ. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ദിസ് കമ്പനി. ബട്ട് തിങ്ക് ഇസ് ദാറ്റ് ഇറ്റ്സ് ഫോർ മൈ സ്റ്റഡി പർപ്പസ് ഐ എം ഡൂയിങ്, ആൻഡ് ദിസ് ഈസ് എ ഗുഡ് കമ്പനി. ഐ തിങ്ക് ഇൻ ദ വാല്യൂഷൻ വൈസ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് കമ്പനി. പിന്നെ വേറൊരു കമ്പനി ഞാൻ കാണുന്നത് ട്രാൻസ്വിൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ന് ഞാൻ പറയുന്നതൊക്കെ എവറിബഡി ക്യാൻ ബൈ, ഇറ്റ്സ് എ സ്മോൾ വാല്യൂ 2 ഡിജിറ്റ് കമ്പനീസിനെ കുറിച്ചാണ്. ട്രാൻസ്വിൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓൺലി 15 റുപ്പീസ്. ട്രാൻസ്വിൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇത് മാർക്കറ്റ് ക്യാപ്പ് ആകെ 10 കോടിയുള്ള കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 15 ഉറുപ്പിയുള്ളൂ. അതിൻ്റെ ഹൈ പോയത് 33 ഉറുപ്പിയാണ്. സോ ഇതൊക്കെയെന്ന് വെച്ചാൽ യു ഹാവ് എ ലോങ് ഹൊറൈസൺ. ROIC 6% കൊടുക്കുന്നൊരു കമ്പനി, എൻ്റർപ്രൈസ് വാല്യൂ EBIT 8 ഉള്ളൂ. So this is a good company. I feel Transwind infrastructure for a long term പീരീഡിൽ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് വേറൊരു കമ്പനീനെ കുറിച്ച് സംസാരിക്കേണ്ട നെസ്ലാണ്. നെസ്ലെ 2100 നെസ്ലെ ഈസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ബൈ. ഇപ്പോൾ 2300 ചെയ്യുന്നത്. അപ്പോൾ നെസ്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നി, നെസ്ലെ പിന്നെ ഒരു സ്വിസ് കമ്പനിയാണ്. സ്വിസ് കമ്പനി എന്ന് വെച്ചാൽ ഇത് ലോകത്തിലെല്ലാത്തിലും ഒരു നെസ്കഫേനെ കുറിച്ച് അറിയാത്ത ആളല്ല. പക്ഷേ ഈ നെസ്കഫെ ഏറ്റവും വലിയ ഫെയിലറായ ഒരു കൺട്രി ജപ്പാനിലെ ജപ്പാനിൽ ആരും ഇവർ ആവുന്ന ശ്രമിച്ചിട്ടും ജപ്പാൻകാർ കോഫി കുടിക്കില്ലാന്ന് പറഞ്ഞു. കാരണം ജപ്പാനിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൾച്ചർ ഫോർ അവർക്ക്. അവിടെ ടീ ആണ് അവരുടെ കൾച്ചർ. സോ ഇവർ കോഫി പല ഫോംസിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സോ അവർക്ക് കോഫി കുടിക്കാനേ പറ്റിയില്ല. അതിന് അവസാനം അവർ ഈ നെസ്ലൻ്റെ അഡ്വർടൈസ്മെൻ്റ് തന്നെ മാറ്റി, ദേ പുട്ട് എ പ്രോഡക്റ്റ് മീനിങ് ടു ഇറ്റ്സ് കൾച്ചർ. ആ സ്റ്റൈലിൽ അവർ നെസ്ലൻ്റെ പ്രോഡക്ട്സിനെ മാറ്റിയെന്നാണ് പറയുന്നത്. സോ ദിസ് നെസ്ലെ എങ്ങനെയാണ് ഈ കമ്പനി, സച്ച് എ സ്ട്രോങ് കമ്പനി ആൻഡ് സ്ട്രോങ് numbers. സോ യു ക്യാൻ ചെക്ക് ദിസ് കമ്പനി. സോ ദിസ് ഈസ് അനദർ കമ്പനി. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ എന്ന് വെച്ചാൽ, ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇത് പ്രോഡക്റ്റിൻ്റെയും ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത്, ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ, മെയിൻലി it is the toilet you look, ടോയ്ലറ്റ് ക്ലീൻ ആണോ, ടോയ്ലറ്റിലുള്ള ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവരുടെ ബാത്റൂം അത്ര ക്ലീനാണ്. ഇന്നിപ്പം നിങ്ങൾ നോക്കിക്കോ, അതൊരു ഇന്ന് വലിയ വലിയ സിറ്റീസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ദർ ബാത്റൂംസ് ആർ ഗ്രോയിങ് ഈവൺ ലാർജർ. ലക്ഷറി സങ്കൺ ബാത്റൂംസ് ആയിരിക്കും ശരിയായും. പിന്നെ അതല്ല ഡബിൾ സിങ്ക്സ്, ഈവൻ ഫോൺ ജാക്സ്. ബാത്റൂം ഈസ് ലൈക്ക് ഇറ്റ്സ് എ ലക്ഷറി റൂം നൗ ഡേയ്സ്. ഇപ്പോൾ നിങ്ങൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ വലിയ ഹോട്ടൽസ് പോയി അവർ ബാത്റൂം കണ്ടു കഴിഞ്ഞിട്ട്, ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് അവർ റിസപ്ഷനെക്കാട്ടും മാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കും അവരുടെ ബാത്റൂം. സോ വാട്ട് ഇറ്റ് ഷോസ് വൈ ദേ വാണ്ട് ടു ഡു ദാറ്റ്. നമ്മുടെ നാട്ടിലെ ബാത്റൂംസ് നിങ്ങൾ നോക്കുക, KSRTCയിലോ അല്ലെങ്കിൽ ഹോട്ടൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റ്സിലോ അല്ലെങ്കിൽ ഈവൻ ടു സം ഓഫ് യുവർ ഹൗസസ്. ഞാൻ ആരെയും കുറ്റം പറയില്ല, ബാത്റൂം കണ്ടാൽ മനസ്സിലാവും അവരെ. അതെന്താ എൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ദ റീസൺ ഈസ് ദ കൾച്ചറൽ ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് വാട്ട് ദ കൾച്ചർ ഓഫ് ഒരു രാജ്യത്തിൻ്റെ കൾച്ചറാണ്.
സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ദുബായിൽ എയർപോർട്ടിൽ പോയി അവർ ടോയ്ലറ്റിൽ പോയി നോക്കൂ, ഇനി കണ്ണൂർ എയർപോർട്ടിൽ ടോയ്ലറ്റിൽ പോയി നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഈസ് ഇറ്റ്സ് ലൈക്ക് എ യുനോ ചോക്ക് ആൻഡ് ചീസ് എന്ന് പറഞ്ഞ പോലെ ഡിഫറൻസ് ആണ്. Anyway, thank you for viewing my channel. Please do subscribe my channel. And in the market, I am not seeing any type of buyings. I don't feel any comfort in the market. I'll wait. Let the market come to my level, then only I will think. Thank you. Have a nice day.